ഹായ്, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞൊരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒപ്പം ഉള്ളത് കർവ് EV ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഷോറൂം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ ലെക്സോൺ ടാറ്റ ഷോറൂമാണ്. അപ്പം ടാറ്റയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ Curve.EV ആണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ ഇറങ്ങിയ വാഹനങ്ങളിലേക്ക് ഏറ്റവും റേഞ്ച് കൂടിയ വാഹനമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും കിട്ടിയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഇത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു SUV-യുടേതായ ഒരു ക്യാരക്ടറാണ് ഈ വാഹനത്തിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ്. ഇതിപ്പോൾ ഒരു കൂപ്പെ സെഗ്മെൻറ്റിൽ നമുക്ക് ഇന്ത്യൻ വാഹനം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. മുമ്പ് പല നമുക്ക് ലക്ഷറി വെഹിക്കിൾസ് പലതും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കൂപ്പെ മോഡലിൽ നമുക്ക് ഇന്ത്യൻ വാഹനം എന്ന രീതിയിൽ ടാറ്റ കർവാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ നെക്സോണിൽ കണ്ടിരുന്ന പോലെ തന്നെയുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം ചാർജിംഗ് ലിഡും മറ്റു കാര്യങ്ങളും ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം കണക്റ്റഡ് ആയിട്ടുള്ളൊരു DRL വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോഗ് ലാംപ്സും അതേപോലെ ഹെഡ് ലാംപ്സും ഉള്ള ഇവിടെ തന്നെയാണ് വരുന്നത്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഫോഗ് ലാംപ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും വരും നമുക്കൊരു 18 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയറോഡൈനാമിക് ആയിട്ടുള്ള അലോയ് വീൽസിനാണ് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രൊഫൈൽ, ആ ഒരു വീലിൻ്റെ സൈസും എല്ലാം നമുക്ക് നല്ലൊരു ഭംഗിയാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ടാറ്റയിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഫിനിഷിംഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുമ്പൊക്കെ പിയാനോ ബ്ലാക്ക് വരുന്നില്ലായിരുന്നു, പകരം ഒരു മാറ്റ് ബ്ലാക്ക് ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ചെറിയൊരു LED ഇൻഡിക്കേഷൻ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. അതോടൊപ്പം നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. 360 ക്യാമറ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഹർമാൻ തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി എന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല സൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം വളരെ സിനിമാറ്റിക് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ബൂട്ട്, ഇതും ഫസ്റ്റിൻ്റെ ഈ ഒരു അടുത്തിറങ്ങിയ വകുകളിലേക്ക് ടാറ്റ വണ്ടി നോക്കുവാണെങ്കിൽ 500 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടുന്നൊരു വാഹനം ഇപ്പം നിലവിൽ ഇത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആവുന്നതാണ്. അപ്പം വിശാലമായൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ക്ലോസ് ചെയ്യുമ്പോഴും നമുക്ക് തിരിച്ച് ക്ലോസിങ്ങിനാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് 1 ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലും നമുക്കൊരു ഒരു ടച്ച് ആയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈപ്പേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ ഒരു സെഡാൻ കാറുകൾക്ക് പൊതുവേ ഈ ഒരു വൈപ്പറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു എയറോഡൈനാമിക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പകരം ഡീഫോഗ് ലൈൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, പനോറമിക് സൺറൂഫ്. അപ്പം നമുക്ക് ഹരിയർ സഫാരി വാഹനങ്ങളുണ്ടായിരുന്ന ഒരു പനോറമിക് സൺറൂഫ് നമുക്ക് ഇതിനും കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. അകത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇപ്പോൾ ലേറ്റസ്റ്റ് വാഹനങ്ങളിൽ കാണുന്ന ഒരു ഭയങ്കര ഒരു ന്യൂജൻ വെഹിക്കിൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ റിയറിൽ നമുക്ക് അകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് പറയുന്നത് 45 വാട്ട്സിൻ്റെ ഒരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടാവും. ഒരു സെഡാൻ്റേതായിട്ടുള്ളൊരു നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് റിയറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ള മിറേഴ്സ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ലെവൽ 2 ADAS ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ്. അതായത് നമുക്ക് ലെയിൻ അസിസ്റ്റ്, നമുക്കിപ്പം ഒരുപാട് യൂട്യൂബിൽ നമുക്ക് വീഡിയോ അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ലൈനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ. അത് ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈൻ മാറി നമ്മൾ ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ ഉറങ്ങുകയോ അശ്രദ്ധ മൂലമോ വണ്ടി അങ്ങോട്ട് മാറുകയാണെങ്കിൽ നമ്മളിത് വാൺ ചെയ്തിട്ട് ആ ഒരു ലൈനിനുള്ളിൽ കൂടെ തന്നെ നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന രീതിയിലേക്ക് വാഹനം കൊണ്ടുവരുന്നതാണ്. പിന്നെ കൊളിഷൻ വാർണിംഗ്, ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്ത് അത് നമ്മളെ ഡ്രൈവറിനെ ഒരു മുൻകൂറായിട്ട് അറിയിക്കും. ഇൻ കേസ് അത് നമ്മൾ സ്റ്റിൽ അതിനെ ഇടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്നൊരു ഫെസിലിറ്റി നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കർവിൽ വരുന്നൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഒരു ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയതിലേക്ക് നല്ലൊരു ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അപ്പം നമുക്കൊരു SUV ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരു സെഡാൻ്റെ ഒരു സ്പേസും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ടാറ്റയുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് ഞാനിപ്പോൾ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇതിൽ നമുക്ക് 3-4 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്.
നമുക്ക് ഇതുപോലത്തെ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കളേഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് ഇതിലേക്ക് വിളിക്കുവാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തീർച്ചയായും തരുന്നതാണ്. അതോടൊപ്പം ഈ പെട്രോൾ, നമുക്കത് ഡീസൽ, ഈ വേരിയൻസിലെല്ലാം നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്കൊരു 2-3 ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക്സിലും നമുക്ക് ഈ വാഹനം ലഭ്യമാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്.